നോക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി, ബോൺ അപ്പറ്റിറ്റ് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് എപ്പോഴത്തേം പോലെ നമ്മളൊന്ന് വ്യത്യസ്തമാക്കി ട്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ സാധാ ഐസ്ക്രീം അല്ല, കരിക്കട്ട കൊണ്ടുള്ള, അതായത് നമ്മുടെ ചാർക്കോൾ കൊണ്ടിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചാർക്കോൾ ഷേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കാർഡ് അറ്റാച്ച് ചെയ്യും, ഇവിടെ ഇടയിൽ ഇപ്പോൾ വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ സാധനം തന്നെ, അതാ സെയിം റെസിപ്പി തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാർക്കോൾ ഐസ്ക്രീമിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചാർക്കോൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ്. അതായത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 100-150 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പാക്കറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 240 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യാനുസരണം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു ബീറ്റർ വെച്ച്, അതായത് നമ്മൾ ഈ കേക്കിലൊക്കെ ബീറ്റ് ചെയ്യുന്ന ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മിക്സിയിൽ 2-3 മിനിറ്റ് അങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ബീറ്റർ വെച്ച് അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഞാൻ കാർഡായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാൻ മേളിൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബീറ്റർ വെച്ചിട്ട് ആ ഒരു വിപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് നമ്മുടെ ചാർക്കോൾ പൗഡർ, ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ 149 രൂപ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറവറ കുറേ ഐസ്ക്രീം അങ്ങ് ഉണ്ടാക്കാം. ഈ ഒരു പ്രോഡക്റ്റ് 100% കെമിക്കൽ ഫ്രീ ആണ്, അതേപോലെ തന്നെ 100% എഡിബിൾ ആണ്. നമുക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നമുക്ക് ആ ഒരു മിക്സറിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ചാർക്കോൾ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു വിപ്പിങ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ആ ഒരു ചാർക്കോൾ പൗഡർ ചേർത്ത ഉടനെ തന്നെ നമുക്ക് വിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു ഡിഫറൻസ് കാണാനുണ്ട്. ചാർക്കോളിൻ്റെ ആ ഒരു കളർ ചേർന്നപ്പോഴത്തേക്കും ആ ഒരു ഗ്രേയിഷ് കളർ നമുക്ക് ആ ഒരു മിക്സറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ചെയ്തതിന് ശേഷം ഇച്ചിരി കൂടെ ഒന്ന് ഫ്ലഫി ആവും. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ചാർക്കോളിൻ്റെ പൗഡറും ഷുഗറും എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഗ്ലാസിന് ട്രേ ആണെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിന് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന് ട്രേ ആണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ഫ്രീസറിൽ വെക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ആ ചാർക്കോൾ ഐസ്ക്രീമിന് മിക്സറിൽ ആ ഒരു ടിന്നിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് എല്ലായിടത്തോട്ടും എത്തിയെന്ന് ഉറപ്പുവരുത്തിയ രീതിയിൽ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രീസറിൽ വെക്കുന്ന എൻ്റെ ഡ്യൂറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐസ്ക്രീമിൻ്റെ ഷേപ്പിൽ, ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 12 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതെ, അര ദിവസം ഞാൻ ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുക്കുകയാണ്. കണ്ട, ഏകദേശം കയ്യിൽ തൊടുമ്പോഴത്തേക്കും എന്താ പറയുക, ആ ഒരു ഐസ്ക്രീമിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്യാൻ എടുക്കാം. ഞാനിവിടെ തവിയാണ് യൂസ് ചെയ്യുന്നത്. സ്കൂപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് വളരെ ലോ ബഡ്ജറ്റിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ചാർക്കോൾ നോക്കണ്ട, ആ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു 12 മണിക്കൂർ വെച്ചുകൊണ്ടായിരിക്കും ഇത്രയും അടിപൊളിയായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ടേസ്റ്റിൻ്റെ കാര്യം കൂടെ നോക്കണം, എന്നാലേ ഇതൊരു അടിപൊളി ഐസ്ക്രീമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും 12 മണിക്കൂർ വെച്ചത് വേസ്റ്റ് ആയില്ല. കറക്റ്റ് ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചാർക്കോൾ വെച്ചിട്ടുള്ള ഐസ്ക്രീം റെസിപ്പി ഇത് ഇവിടെ കിഡിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, നല്ല ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം. ടേസ്റ്റിലാണ് ഇതിൻ്റെ എല്ലാ കാര്യവും ഇരിക്കുന്നത്. ഇപ്പം ചാർക്കോൾ എന്ന് പറയുമ്പോൾ കരിക്കട്ട കൊണ്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുക എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. എന്തായാലും നമ്മൾ ചാർക്കോളിൻ്റെ ഷേക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇതെന്തായാലും എങ്ങനത്തെ ടേസ്റ്റാണെന്ന് നോക്കാം. അതാണോ ഇതാണോ ബെറ്റർ എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഞാൻ ഈ ചാർക്കോൾ ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഒരു സ്പൂൺ ഞാനിവിടെ ചാർക്കോൾ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അയ്യോ, ഇത് കുറേ ഒന്നുമല്ലോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടെ. അടിപൊളി. ആ ഒരു ചാർക്കോളിൻ്റെ തരിതരിപ്പില്ലേ, നമ്മൾ ഈ ചാർക്കോൾ ഇങ്ങനെ കൈ വെക്കുമ്പം ഒരു തരിതരിപ്പ് ഉണ്ടാകത്തില്ല, അതേപോലത്തെ തരിതരിപ്പ് നമുക്കിങ്ങനെ വായിലുണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും. അതായത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിൻ്റെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. എന്തായാലും
ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റ് എടുത്തറിയാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളോട്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ശരിക്കും. ഇതിൽ നല്ലത് അടിപൊളി എനിക്ക് തോന്നുന്നു നമ്മുടെ ചാർക്കോൾ ഷെയ്ക്കായിരുന്നു, അത് ഇച്ചിരൂടെ പൊളിയായിരുന്നു. പക്ഷേ എന്തായാലും ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചാർക്കോൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി മലയാളം യൂട്യൂബേഴ്സിൽ അങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഞാൻ തന്നെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് പുറത്തൊക്കെ നമ്മുടെ ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും പുറത്തൊക്കെ ഇതുപോലത്തെ ചാർക്കോൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷേക്ക് വെച്ച് ചെയ്ത ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ഐസ്ക്രീം ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എന്തായാലും കിടിലൻ റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ താല്പര്യമുള്ളവർ മേടിക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാർക്കോളിൻ്റെ റെസിപ്പി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.